നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അല്ല മോന് പറയാൻ പറ്റാത്ത ഒരു അസുഖം ഉണ്ടായോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ എത്ര നിർബന്ധിക്കത്തില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ മുകളിൽ നിന്നൊക്കെ വിളിപ്പിച്ചല്ലേ, പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി സാർ, ഫ്രണ്ട് ഇരുന്നാ മതി. ഞാൻ കൂട്ടുകാരോടൊക്കെ ഒന്ന് ഇരിക്കട്ടെ, എപ്പോഴും ഇവിടെ വന്നിരുന്നാൽ ശരിയാവത്തില്ല. ഞാൻ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടാ ഇവിടെ എന്റെ ജോലി പോലും കളഞ്ഞിട്ട് നിന്റെ കൂടെ ഇവിടെ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് നീ സോക്കറ്റ് എടുക്കല്ലേ? അതെ, അച്ഛനും മോനും കൂടെ ഒരുമിച്ച് പഠിക്കാൻ വന്നാന്നോ? അല്ലടാ, മോനും അച്ഛനും കൂടെ പഠിക്കാൻ വന്നതാ. ഓരോന്ന് പെർമിഷൻ എടുത്തോണ്ട് ഇങ്ങനെ വരും. ഇനി ക്ലാസ് ഇരുന്ന് എങ്ങനെ അലമ്പും? ബെല്ലടിച്ച് കട വരെ പോന്നോ? പൈസ ഒഴിവാക്കിട്ട് എന്റെ പൊന്നവേ, ഞാൻ കല്യാണം കഴിച്ചു. എന്റെ ഫസ്റ്റ് ടൈമിന് വരെ വന്ന് കുത്തിയിരിക്കും. പീരീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവില്ലയോ? പുസ്തകം ബുക്കും എടുത്തു. അപ്പൊ അതാണ് സെറ്റ്. ഇനി നമുക്ക് സബ്സെറ്റ് എന്താ നോക്കാം. സെറ്റിനെ പറ്റി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓ സാറേ ഇല്ല. സാറേ ഒന്നുകൂടെ പഠിപ്പിര്, എനിക്ക് മനസ്സിലായില്ല. അതിനെന്താ ബെല്ലടിച്ച് സാറേ ബെല്ലടിച്ചെന്ന് പറഞ്ഞത് ഇന്റർവൽ ആയാലും ഒന്ന് പഠിപ്പിച്ചിട്ട് പോവോ? അച്ഛൻ പഠിക്കാൻ വന്നതല്ലോ, കൂട്ടിരിക്കാൻ വന്നതല്ലേ. കൂട്ടിരിക്കാൻ വന്ന് ഞാൻ എന്താ പഠിച്ചാല്? കുഴപ്പമില്ല. ഇന്റർവെൽ നിങ്ങൾക്ക് എങ്ങും പോകുന്നൊന്നും വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്റർവെൽ ഇത് ഒന്നും കൂടെ പഠിക്കാം. 2 ക്വസ്റ്റ്യനും കൂടെ ഇട്ടിട്ടെ നമുക്ക് പഠിക്കാം. അപ്പം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പ്രഭാരം ചേട്ടൻ ക്ലാസ്സിൽ എപ്പോഴും കാണുമല്ലോ. അതുകൊണ്ട് ഈ പിള്ളേരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇന്റർവെലും ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ ഇവിടെ സാറുമാരൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ ചേട്ടൻ വേണം ഈ പിള്ളേരെയൊക്കെ നോക്കാൻ. ഞാൻ നോക്കിക്കോളാം. ഒരു ക്ലാസ് ലീഡറിന്റെ പദവിയാണ് ചേട്ടന് തരാൻ പോകുന്നത്. സാർ പറഞ്ഞ കേട്ടല്ലോ, ടീച്ചർമാരില്ലാത്ത വീടെ സാറിന്റെ ഈ വെറുതെ പേരെഴുതി കൊടുക്ക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ഒരച്ഛന്റെ തലോടൽ എന്ന രീതിയിൽ കൈകൊണ്ട് ഞാൻ തലോടും. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ മോനെ എഴയും. ഞാൻ എന്താ തന്താ, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് മൊത്തം ഇടി മേടിച്ചു തരുമോ എനിക്ക്? കമന്റ് പറയുന്നവന്മാരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ് ആയിരിക്കത്തില്ല. ഇനി സാറേ കുറച്ചു പേരെ ഇന്ന് ഉച്ചയ്ക്ക് സിനിമ കാണാൻ പോകുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രഭാകരൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് അതിന് നടപടി എടുത്തോ. ഞാൻ സിനിമയ്ക്കൊന്നും പോവല്ല, എനിക്ക് വയറുവേദനയായിട്ട് വീട്ടിൽ പോവാ. ആരമില്ലടാ, ഇവിടെ കക്കൂസുണ്ട്, നിനക്ക് പറന്നു തൂറാം. പിള്ളേർ എംപോസിഷൻ ഒന്നും എഴുതുന്നില്ല. അവരെ ഒരു പരിധിക്ക് മേളിൽ നിർബന്ധിക്കാൻ പറ്റത്തില്ല. നിർബന്ധിക്കണം, ഞാൻ നിർബന്ധിക്കാം. അല്ല, അവർക്ക് സമയമുണ്ടോ? ഇനി സമയമേ ഉള്ളൂ. എംപോസിഷൻ എഴുതറാ. അല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു തന്തയുണ്ട്. നിങ്ങൾ എന്തിനാ എന്റെ തന്ത? നിന്റെ രണ്ടാം തന്ത എഴുതറാ. തന്ത ഇങ്ങോട്ട് പോവാ, നീ തിരിയടാ. ഇങ്ങോട്ട് പോകാറിരിക്കും. നിന്നെ ബാത്റൂമിന്റെ സൈഡിട്ട് ഇടിച്ചിടിച്ച് പരത്തുന്നു. നീ എന്നോട് എന്തിനാ പറയുന്നത്? അങ്ങോട്ട് കൊടുത്താ പോരെ. അത് നീ തിരിയടാ, നീ എഴുതറാ, അവിടെ നോക്കി എഴുതറാ. അതെ പിള്ളേരെ, സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കാര്യം സാർ എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എവിടാ പോവണ്ടേ എന്നുള്ളതിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒന്ന് പറ, എവിടെ പോണ്ടേ? അന്നാ പട്ടായ. ഒരാള് പറഞ്ഞത് പളനി പോകണം, തമിഴ്നാട്ടിൽ പോയിട്ട് ജീർദണ്ഡ കുടിക്കണം. ഒരുത്തൻ പറയുന്നത് അവൻ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കണമെന്ന്. തമിഴ്നാട്ടിൽ പോയി ഡിണ്ടുകൽ ബിരിയാണി, പിന്നെ ഹൈദരാബാദിൽ പോയിട്ട് ഹൈദരാബാദി ബിരിയാണി. തമിഴ്നാട് അമ്പലത്തിൽ നിന്നും ഹൈദരാബാദ് അമ്പലത്തിൽ നിന്നും പടച്ചോറ് തിന്നണമെന്ന് ഒരു പ്രത്യേകം പറയുന്നു. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് പരീക്ഷയൊക്കെ എടുക്കില്ല, ഭക്തിമാർഗമാണെന്ന് തോന്നുന്നു. ആവാനാ ചാൻസ്. എന്തായാലും നമുക്ക് ഈ സ്ഥലങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്യാം. എടേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ തന്ത ആരെങ്കിലും തല്ലിക്കൊല്ലും. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാടാ? വേറെ പരിധി വരുത്താനൊക്കെ പറ്റും. അതെങ്ങനെ പറ്റൂ? നീ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യേ, നിന്റെ അച്ഛൻ്റെ ട്രാൻസാക്ഷൻ ഞാൻ കാണിച്ചു തരാം. എന്തുവാ സാറേ ക്ലാസ്സിൽ എന്തോടെ ബഹളം? എടാ, അവിടെ നിന്റെ തന്തയുടെ പ്രായമുള്ള ഒരു മനുഷ്യ ഇരിക്കുന്നത് നിനക്ക് അറിയത്തില്ലയോ? അങ്ങനെ ബഹുമാനം കൊടുത്തോടാ നിനക്കൊക്കെ. എന്തോ ബഹളമാണോ ഇത്? പുള്ളിക്ക് ബഹുമാനം കൊടുക്ക്. എന്റെ പൊന്ന് തന്നെ പിന്നല്ലേ എന്റെ ഇല്ല അളിയാ. എവിടെന്ന് വരുന്നത്? 10 സീല് ഒരു കിഡിലെ സാധനം വന്നിട്ടുണ്ട്. പുതിയ അഡ്മിഷന് പോയാലോ? അത് നല്ലൊരു പരിപാടിയാവും. പക്ഷെ സ്റ്റാഫ് റൂമില് പുതിയൊരു ടീച്ചർ വന്നെന്ന് പറയുന്ന കേട്ട് എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം. ഞങ്ങൾക്ക് ആ ടീച്ചറിന്റെ മോളോട് നമ്മുടെ പ്രഭാകരൻ ഉണ്ടല്ലോ, പിള്ളേരെ പിടിച്ചോണ്ട് സിനിമയ്ക്ക് പോയേക്കുന്നു. സിനിമയ്ക്കോ? ഇങ്ങനെയും കൊണ്ട് ഭയങ്കര വള്ളിയായല്ലോ ഈശ്വരാ. വിജയുടെ ഏതോ സിനിമ ഇന്ന് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും രാവിലെ തന്നെ പോയത്. FDF വിജയുടെ ഡ്രൈവിംഗ് സ്കൂളേ റീ റിലീസ് ചെയ്തു, അത് കാണാനാ പോയേക്കുന്നത്.
അവനെന്തേ രാവനെന്തേ? അവൻ ഇന്ന് വയ്യ, അവന് പനിയാണ്. അവനില്ല പിന്നെ താൻ എന്തോ? എനിക്ക് വീട്ടിൽ ഇരുന്നാൽ അങ്ങോട്ട് ബോറടിക്കും. എപ്പോഴും ആ മുണ്ണയുടെ മുഖം നോക്കിട്ടിരുന്ന നടക്കത്തില്ല. എനിക്ക് നിങ്ങളൊക്കെ കാണാതിരിക്കാൻ പറ്റൂല. എന്നൊരു കാര്യം ഇങ്ങോട്ട് ഇരി, ചീട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഒരാണ്ട് ഇരിക്കാം. പിന്നെന്താ, 100 കണക്കിന് കംപ്ലൈൻസാ. ക്ലാസ്സിൽ മുഴുവൻ ചെലപ്പ്, അസൈൻമെന്റ് വെക്കുന്നില്ല, പിള്ളേരുടെ കൂടെ കൂട്ടം കൂടി വായി നോക്കാൻ പോകുന്നു. ആ മൂത്രപ്പരയിലൊക്കെ എന്തൊക്കെയാ പടം വരച്ച് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം സാറേ. ഇനി മേലെ ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. എന്റെ കാര്യമല്ല പറഞ്ഞത്, അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്. ചേട്ടൻ്റെ അടുത്തേ പ്രധാനമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചേ. ഇനിയും തൊട്ട് ചേട്ടൻ സ്കൂളിലോട്ട് വരണ്ടെന്നാണ് പിറ്റിയുടെ തീരുമാനം. ഈ സ്കൂളാണ് എന്റെ അമ്മ. ഈ പിള്ളേരാണ് എന്റെ പിള്ളേര്. ഇവരെ വിട്ടിട്ട് എനിക്ക് വേറെ പോകാൻ പറ്റത്തില്ല സാറേ. വേണേ ഇവനെ ഒഴിവാക്കി ചെയ്യും. പോട്ടെ അവനെ എവിടെയും. സാറേ എന്നെ ഒഴിവാക്കരുത്, കഷ്ടമുണ്ട്. അതെ കുഴപ്പമില്ല, ഞാൻ ഒഴിവാക്കിക്കോ. സാറേ പി ടി എ പറഞ്ഞല്ലേ, പറഞ്ഞു സാർ. ഇല്ല, എനിക്ക് ഇനി പോകാറുണ്ട് സാറേ. എന്റെ കലാകാരനെ കൊണ്ടിട്ടുന്ന ഓരോരോ നമ്പരുമായിട്ട് വന്നോളും. ഒരു 2 ലക്ഷം രൂപ PTA സംഭാവന ആണോന്ന് വിചാരിച്ചിരുന്നയാ. ഇനിയിപ്പോ പറ്റത്തില്ലല്ലോ. പോലെ അതെ, ഇനിയിപ്പോ 2 മാസം കൂടെ അല്ലേ ഉള്ളു എക്സാമിന്. തൽക്കാലം ഇരുന്നോ. 2 ലക്ഷം രൂപ കളയുന്നു. എക്സാം തീരുന്നതിന്റെ അന്ന് പ്രിൻസിപ്പാളിന്റെ ചേറിന്റെ അടിയിൽ ഞാൻ ഒരു ബോംബ് വെക്കാൻ പോകും. ആരെങ്കിലും കൂടുന്നുണ്ടോ? ബോംബെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവത്തില്ലേ? ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഗെറ്റ്സാണ് പറയുന്നത്. പക്ഷെ എല്ലാം ഈനം വെച്ചുകളാ. അതൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പണ്ട്, തോട്ട സുമേഷ്. പരീക്ഷ എഴുന്നതിന്റെ പിറ്റേന്ന് തന്നെ, അല്ല അന്ന് വൈകിട്ട് തന്നെ തോട്ട എറിഞ്ഞ ഒരു സാറിനെ കൊന്നു. സാറിന്റെ കണപ്പ് കാണാനല്ല ഏതും പറഞ്ഞു. ഓ എന്ത് രസമായിരുന്നു. തോട്ട വേണോ? ചെറുതായിട്ട് എന്തെങ്കിലും പേടിപ്പിച്ച പോരെ? അതൊന്നും പറ്റത്തില്ല. അവൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാ. അന്നേ ഞാൻ നോട്ടം ഇട്ടതാ. അവന്റെ കിണുങ്ങാമണി കിട്ടൊരു തട്ടു കൊടുക്കും. സത്യം പറയാം, നിനക്ക് എന്ത് അസുഖം? നിന്റെ അസുഖത്തിന്റെ പേരും പറഞ്ഞോണ്ടാ നിന്റെ അച്ഛൻ ഇത്ര നാൾ സ്കൂളിൽ നിന്നത്. എനിക്കൊരു അസുഖവും ഇല്ല. എൻ്റെ തന്തയ്ക്ക് മുഴുത്ത വട്ട. നിങ്ങൾക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതിനിവിടെ കള്ളം പറഞ്ഞ് ഇവിടെ കയറിയത്. മിക്കവാറും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ സ്കൂൾ ബോംബിട്ട് തകർക്കും. അങ്ങേരെ ഒരു കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ, തോട്ട സുമേഷിന്റെ. അത് വേറെ ആരുമല്ല, അത് അങ്ങേര് തന്നെ. അങ്ങേർക്ക് വട്ട് മൂക്കുമ്പോണ്ടല്ലോ ആരേലും തോട്ട ഇറങ്ങി കൊല്ലണോടാ. എടാ അങ്ങേരെ അങ്ങനെ എന്തെങ്കിലും കഥ പറയാന്നുണ്ടെങ്കിൽ ഓർത്തോ, ആരേലും തോട്ട ഇറങ്ങി കൊല്ലാനായിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടോ? ഒരു 5-6 എന്റെ കയ്യിലുണ്ട് തോട്ട. നമുക്ക് അത് ഇട്ട് പൊട്ടിക്കണം. സ്കൂളോടൊക്കെ പൊട്ടിച്ചാലോ? പറ്റോ? പിന്നെന്താ? അപ്പൊ ബാക്കി 5 നമുക്ക് പൊട്ടിക്കാടാ. ഒരു പ്രശ്നമാവത്തില്ല. ആരേലും ചോദിക്കുകയാണെങ്കിൽ തോട്ട സുമേഷ്